നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓലനാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം 1.5 കപ്പ് കുമ്പളങ്ങയുണ്ട്. നമ്മൾ ഈ ഒരു സൈസിനാണ് കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 1/2 കപ്പ് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 1.5 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2-ാം പാലിലാണ് ഇനി ഈ കുമ്പളങ്ങയൊക്കെ വേവിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓലൻ കറി ഉണ്ടാക്കിയിട്ട് വരാം. നമുക്കിനി ഓലൻ ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ തട്ടിക്കൊടുക്കാം. നമ്മൾ 3 പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചിരിക്കുകയാണ്. അതങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇതിന് നല്ലപോലെ തിളച്ചോട്ടെ. നമുക്ക് അടച്ചു വെച്ചതിനെ വേവിക്കാം. നമുക്ക് വീണ്ടും അടപ്പ് തുറന്ന് നോക്കാം. ഇനി നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വൻപയർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വൻപയറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1/4 കപ്പ് പയറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഇരുന്ന് കുറച്ചുകൂടി ഈ വെള്ളമെല്ലാം വറ്റിക്കോട്ടെ. നമ്മുടെ 2-ാം പാലെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കിടന്ന് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ 1-ാം പാൽ ചേർത്തതിന് ശേഷം ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിച്ചി എടുത്തിട്ട് നല്ലപോലെ ഞരടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. അങ്ങനെ അടച്ചു വെക്കുമ്പോൾ കുറച്ച് സമയം ഇതിങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ ഈ കറിയിലേക്ക് പിടിച്ചു കിട്ടും. നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം തുറന്നു കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം കറക്റ്റ് പരുവമായിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നമ്മുടെ കറിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓലൻ റെഡി.